ഹായ് വെൽക്കം ബാക്ക്. മന്തി ഷവയൊക്കെ മാറ്റി വെച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മസ്റ്റ് ട്രൈ ആണ് ചിക്കൻ ഹണി. അതിനായിട്ട് ഒരു ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി, 8-9 ഏലക്ക, 1 ടീസ്പൂൺ ചെറിയ ജീരകം, എന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയൊക്കെ ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി നമ്മുടെ ചിക്കനിലോട്ട് ഈ ഒരു പൊടിച്ച മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ചിക്കൻ സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ കൈവച്ച് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ആ ഒരു ചിക്കനിൽ നമ്മുടെ ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സാക്കുക. എന്നതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ചിക്കനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒന്ന് കുക്കായി വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമ്മളിതിൽ ഉപ്പൊന്നും വേറെ ആഡ് ചെയ്തിട്ടില്ല. ഇതിൽ ചിക്കൻ സ്റ്റോക്കിൽ തന്നെ ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഉപ്പൊന്നും വേറെ ആഡ് ചെയ്യുന്നില്ല. ഇനി വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ഉപ്പിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ. ഒന്ന് ഹാഫ് വേവ് ആവുമ്പോൾ മറ്റൊരു പാത്രത്തിലോട്ട് ചിക്കനൊക്കെ മാറ്റി വെക്കാം. സ്റ്റോക്ക് വാട്ടർ കളയേണ്ടതില്ല, അത് ആവശ്യമുണ്ട്. ഇനി പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് ഒരു സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 തക്കാളിയുടെ ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അതിലെ വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് മാറ്റി വെച്ച് സ്റ്റോക്ക് വാട്ടർ ചേർത്ത് കൊടുക്കുക. പോരാത്തതായിട്ടുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഒന്ന് കുറച്ച് മുളക് പൊടിയൊക്കെ തേച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഓൾറെഡി അത് ഹാഫ് കുക്കാക്കി എടുത്തതാണ്. ഇനി ആ വെള്ളത്തിലോട്ട് 4-5 പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോൾ ചിക്കൻ സ്റ്റോക്കും കൂടി ഇട്ട് കൊടുക്കണം. നമ്മളിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിക്ക് 2.25 കപ്പ് വെള്ളമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിങ്ങാണ്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെക്കുക. ഇവിടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഹണീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ചട്നിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ എല്ലാവരും വീട്ടിലിത് തയ്യാറാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം താങ്ക് യു.